ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പ ഡെൽ റേയിൽ നടന്ന ഡെൻമാർവേഴ്സ് റിയൽ മാഡ്രിഡ് മത്സരം 5-0 എന്ന സ്കോറിൽ റിയൽ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തോടു കൂടി ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഒരു ബെറ്റർ പെർഫോമൻസ് തന്നെയായിരുന്നു റിയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഓപ്പോണൻറ്റ് വളരെ വീക്കായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു റിയൽ മാഡ്രിഡിൻ്റെ ആ ഒരു സ്കോഡ് കണ്ടിട്ട് അവർ ഭയന്ന രീതിയിലാണ് ആ ഒരു ഗെയിം പ്ലേ എനിക്ക് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇത്രയും 5 ഗോൾ അടിച്ചിട്ടും വലിയ രീതിയിൽ അവരൊന്നും നോർമലി ഓക്കെ, ചെറിയ ടീമാണ്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ ഒരു കോമ്പറ്റീഷൻ മത്സരം വരുന്ന സമയത്ത് ഗോൾ അടിച്ചില്ലെങ്കിലും അത്യാവശ്യം ഒരു അഗ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് എങ്കിലും കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരുവിധ ഒരു ഇമ്പാക്റ്റും ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതും ഫസ്റ്റ് സ്ക്വാഡിൽ എംബാപ്പെ, ബെല്ലിംഗാം എന്നുള്ളൊരു വലിയ പ്ലെയറൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവർക്ക് വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് റീസെൻ്റ്ലി ഒരുപാട് വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മിസ്റ്റേക്കാണോ ഈ ഒരു എൻഡ്രിക്ക് എന്നുള്ളൊരു പ്ലെയർ. കാരണം ഇപ്പോൾ ഒരുപാട് മാച്ചസുകളായി കളിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടിനുപരി ഒരു പെർഫോമൻസ് വൈസ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു രീതിയിലാണ് എൻഡ്രിക്കിൻ്റെ ഒരു പെർഫോമൻസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചെറിയൊരു സമയം മാത്രമല്ലേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടാവും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കിട്ടുന്ന സമയത്ത് പോലും ഒരു റിയൽ മാഡ്രിഡ് എന്ന സ്കോറിൽ ഇപ്പോൾ ഫെഡെ വാൽവേർഡെ, അതുപോലെ തന്നെ വേറെ ഇപ്പോൾ വിനീഷ്യസിൻ്റെ കാര്യമായാലും ഫെഡെ വാൽവേർഡൊക്കെല്ലാം ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു സ്ഥാനമുണ്ടായിരുന്നത്. സിദാനുള്ള ഒരു സമയത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലെയറാണ് ഫെഡെ വാൽവേർഡെ. അതുപോലെ വിനീഷ്യസ് ജൂനിയറും എൻട്രിക്കിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു സമയത്ത് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്തായിരുന്നു എഡിൻ ഹസാർഡ് എന്നുള്ള ഒരു പ്ലെയർ വരുന്നതും, ഹസാർഡിന് ബാക്ക് ടു ബാക്ക് ഇഞ്ചറി വന്നതിന് ശേഷം പ്ലേ ചെയ്യുന്ന സമയത്തും വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടോ കാര്യങ്ങളോ കൊണ്ടുവരാൻ ഹസാർഡിനെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്ന സമയത്താണ് സിദാൻ ഫസ്റ്റ് സ്ക്വാഡിലേക്ക് വിനീഷ്യസ് ജൂനിയർ എന്ന പ്ലെയറിനെ പ്ലേസ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഫിനിഷിംഗ് പോയിന്റിൽ എത്ര എഫേർട്ട് എടുത്തിട്ടും ഒരു ഫിനിഷിംഗ് പോയിന്റ് എത്തുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് ട്രോൾസൊക്കെ ഏറ്റുവാങ്ങിയ ഒരു പ്ലെയർ തന്നെയാണ് വിനീഷ്യസ് ജൂനിയർ. പക്ഷേ വിനീഷ്യസ് ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല. റിയൽ മാഡ്രിഡിന് ആ ഒരു സിറ്റുവേഷനിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. സബിലാണെങ്കിൽ വേറൊരു ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കാൻ പറ്റിയൊരു പ്ലെയറും ആ ഒരു സമയത്തുള്ള സ്കോഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെയല്ല. റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം എംബാപ്പയ്ക്ക് പിറകിൽ മാത്രമാണ് എൻട്രിക്ക് എന്നുള്ളൊരു പ്ലെയർ വരുന്നത്. അപ്പോൾ വിനീഷ്യസ് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് വിനീഷ്യസ് ഇപ്പോൾ കാണുന്ന ഈ ഒരു നിലവാരത്തിൽ വന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഒരു ചാൻസ് കൊടുക്കും, 2 മാച്ചസ് 3 മാച്ചസ് ബാക്ക് ടു ബാക്ക് ഫോമല്ലാതെ കാണുന്ന സമയത്ത് എന്തായാലും ആദ്യ ലെവലിൽ എന്തായാലും ഒരു കോച്ചസും ഉൾപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നതല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം റിയൽ മാഡ്രിഡിൻ്റെ ആ ഒരു പിന്നെ വേറൊരു കാര്യം, സെൻറ്റർ ഫോർവേഡാണ് പുള്ളിയുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഹൈറ്റും വളരെ കുറവാണ്. വേറെ ഇപ്പോൾ ഒരു ഹെഡിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നിലവിൽ എംബാപ്പയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ എംബാപ്പയെ കുറിച്ച് പറയുന്ന സമയത്ത് എംബാപ്പയുടെ പൊസിഷൻ അതല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് ഇത്രയും കാലം കളിച്ച ഒരു പ്ലെയറാണ് കിലിയൻ എംബാപ്പെ. അങ്ങനെ ഒരു പ്ലെയറിനെ സെൻറ്റർ ഫോർവേഡ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അത് ആ ഒരു പൊസിഷനായിട്ട് ഒത്തുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഒരുപാട് മാച്ചസ് ആയിട്ട് ഇപ്പോൾ ആ സെൻറ്റർ ഫോർവേഡ് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലെഫ്റ്റ് വിങ്ങിൽ കാണിക്കുന്ന ആ ഒരു പെർഫോമൻസ് ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല.
ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിലേക്കാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വിനീഷ്യസ് എന്നുള്ള ഒരു പ്ലെയറിനെ ഒരിക്കലും റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു പൊസിഷനിലേക്ക് കിലിയൻ എംബാപ്പേനെ കൊണ്ടുവരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനൊരു പ്രതിനിധി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പെൻട്രിക്കിനെയും എംബാപ്പേനും ഒരിക്കലും ആദ്യ സ്കോഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു എനിക്ക് പേഴ്സണലി തോന്നിയത് ബെല്ലിങ്ങാമിനെ സെൻറ്റർ ഫോർവേഡായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ സക്സസ് ആയേക്കാം. അപ്പോൾ എംബാപ്പെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലോ ഒരു സെൻറ്റർ സ്ട്രൈക്കർ റോളിലോ ആണെങ്കിൽ സക്സസ് ആവുകയാണെങ്കിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം വരുന്ന മത്സരങ്ങളിൽ അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം കാരണം ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് വേറൊരു പൊസിഷൻ പോലെയല്ല, കാരണം ഫിനിഷിങ് വരുന്ന ആ ഒരു പൊസിഷനാണ് സെൻറ്റർ ഫോർവേഡ് ആ ഒരു പൊസിഷൻ. അപ്പോൾ അവിടെ ഒരു വീക്കായിട്ടുള്ളൊരു പ്ലെയറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിഗ് മാച്ചസ് ചാമ്പ്യൻസ് ലീഗെല്ലാം പോലത്തെ മാച്ചസ് വരുന്ന സമയത്ത് അത് ഓപ്പോണൻറ്റ് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യും. വേറെ ഓപ്ഷനോ നമുക്ക് ഇല്ല. എനിക്ക് തോന്നുന്നു ഡോർട്ട്മണ്ടിൽ ബെല്ലിംഗാം കളിക്കുന്ന സമയത്ത് ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിലായിട്ടാണ് ആദ്യം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിലേക്ക് വരുന്ന സമയത്തും ഡിഫൻസ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും, അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കും. അങ്ങനെയുള്ള ഒരു പ്ലെയറിനാണ് കാർലോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് പുള്ളി ഗംഭീരമായി സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ആ ഒരു ബെല്ലിംഗാമിനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ഫോർവേഡായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുകയാണെങ്കിൽ അത് റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, എന്തായാലും റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുകയാണ്. ഈ ഒരു ഫോം തന്നെ ചാമ്പ്യൻസ് ലീഗിലും വരുന്ന ലാ ലീഗിലും തുടരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അപാര ഫോമിലാണ്. ചെറിയ മാർജിനിലാണ് അവർ ജയിക്കുന്നതെങ്കിലും അവർ ഗോൾ ഡിഫെൻസീവ്ലി നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഒരു ലക്ക് കൂടി വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിലവിൽ ആ ഒരു റേഞ്ചിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പെർഫോമൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലായാലും ലാ ലീഗയിലായാലും ഒരു വലിയ രീതിയിൽ ഇമ്പാക്റ്റോ കാര്യങ്ങളോ കൊണ്ടുവരുന്നില്ല. പക്ഷേ അവർ ആ ഒരു സ്കോഡ് വെച്ചിട്ട് അവസാന നിമിഷം എങ്ങനെയായാലും അവർ വിജയിച്ചിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത്. അത് തന്നെയാണ് അവരൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഈ സീസണിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഗായ്സ്, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.